ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ആയിട്ട് ഇപ്പോൾ നമ്മുടെ മൈൻഡും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അപ്പോൾ ഞാൻ വർക്കിൻ്റെ ഭാഗമായിട്ട് AI അവിടെ വരുന്നുണ്ട്. അതായത് നമ്മളിപ്പം കോഡിങ്ങിൻ്റെ കാര്യമായാലും അതൊക്കെ AI പതുക്കെ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഒരുപാട് പേരിരുന്ന് കോഡ് ചെയ്യുന്നുണ്ട്, അതിന് പകരം AI കോഡ് ചെയ്യാൻ തുടങ്ങും. എന്ത് വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഡെവലപ്പറുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക, അതിന് പ്രോംപ്റ്റിംഗ് എന്ന് പറയും. പ്രോംപ്റ്റ് ചെയ്യുക എന്നുള്ളതും വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ജോലിയിലേക്ക് പതുക്കെ മാറും. അതിനോടുള്ള ഷിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഇപ്പം നിലവിലുള്ള ജോലികൾ നഷ്ടപ്പെടും, പുതിയ ജോലികൾ വന്നുകൊണ്ടിരിക്കും. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി AI എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ആപ്ലിക്കബിളായിട്ട് എങ്ങനെ അത് അപ്ലൈ ചെയ്യാമെന്നുള്ളതിലായിരിക്കും ജോബ് കൂടുതൽ പേരുണ്ടാവുക. അപ്പോൾ ഞാൻ ഈ മൈൻഡിൻ്റെ ഏരിയയിലേക്ക് ചിന്തിക്കുമ്പം ഒരുപാട് ഇപ്പോഴും കുറേ സൊല്യൂഷൻസൊക്കെ വരുന്നുണ്ട്, AI ബേസ്ഡ് സൊല്യൂഷൻസ്. അതായത് ഇപ്പം ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അവരുടെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, അതായത് അവർ ചിന്തിക്കുന്നതിൽ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിസ്റ്റംസ് ഇപ്പോൾ ഉണ്ട്, AI സിസ്റ്റംസ് ഉണ്ട്. AI സംസാരിക്കും. ഇപ്പം ഞാൻ പറയുന്ന സംസാരത്തിൽ നിന്ന് എനിക്ക് എന്തൊക്കെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ട്, എനിക്ക് എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ പാറ്റേൺ പറഞ്ഞു തരാൻ പറ്റുന്ന തരത്തിലുള്ള സൊല്യൂഷനുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ഹ്യൂമൻ കോച്ച് അവിടെ ഉണ്ടെങ്കിൽ അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് അവിടെ വരും. പക്ഷേ അതിനകത്തൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഹ്യൂമണിന് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കോച്ചിങ് കോൺവെർസേഷൻ എന്ന് പറയും. അതായത് ഒരു ക്ലയൻ്റ് ഉണ്ട്, ഒരു കോച്ച് ചെയ്യുന്നു, കോച്ച് സംസാരിക്കുകയാണ്, ഒരു പ്രോബ്ലത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ചില സമയത്ത് അവിടെ ഒരു മീനിങ് ഫുൾ സൈലൻസ് വേണ്ടി വരും. മീനിങ് ഫുൾ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല എത്രയാണെന്നുള്ളത്. അതവിടെ ആ ഒരു പേഴ്സൻ്റെ ഇമോഷണൽ സ്റ്റേജ് മനസ്സിലാക്കി, അയാളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസ് മനസ്സിലാക്കി നമ്മളവിടെ ഒരു സൈലൻസ് കൊടുക്കും. അതേസമയം ഇൻറ്റ്യൂറ്റീവായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടാവും, നമ്മുടെ മൈൻഡിലേക്ക് ചിലപ്പോൾ ഇൻറ്റ്യൂഷനായിട്ട്. ഇതൊക്കെ ഒരു മെഷീൻ അല്ലെങ്കിൽ AI വരുമ്പം പോസിബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ അവിടെ ലിമിറ്റേഷൻസ് എല്ലാ കാലത്തും ഉണ്ടാവും. ഒരിക്കലും ഹ്യൂമണിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല, ഒരു അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ഒരു അസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വരുള്ളത്. അങ്ങനെയായിരിക്കും. അപ്പോൾ ജോബുകൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടും, ഇപ്പോഴത്തുള്ള ജോബുകൾ നഷ്ടപ്പെടും, അതിന് പകരം മറ്റ് ജോബുകൾ സൃഷ്ടിക്കപ്പെടും. അതെ, മറ്റ് ജോബുകൾ സൃഷ്ടിക്കപ്പെടും എന്ന് പറയുമ്പം ഇതിൽ അഡോപ്റ്റഡ് ആയത്, അതായത് AI അറിയുന്ന ആൾ ജോബ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റും. അതെ, ഇപ്പം കൂടുതലും നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരു എഞ്ചിനീയറിംഗ് മാനേജറായിരുന്നു ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയിൽ. അപ്പോൾ അവിടുത്തെ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് മാനേജറായിട്ടുള്ള ഒരു ജോബ് ഉണ്ടാവും, ഒരു 50% ജോബ് ഉണ്ടാവും, ഒരു 50% ജോബ് വേറെ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഈ 50% ജോബ് AI ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ എൻ്റെ ജോബ് നഷ്ടപ്പെടുകയല്ല ചെയ്യുക, എനിക്ക് ഈ 50% ജോബ് വേറെ കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ എന്നുള്ള വ്യക്തി കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി ഡബിളായി അവിടെ. അങ്ങനെയുള്ളൂ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടേയിരിക്കും.